ഉഹദ് അബൂ ത്വൽഹയുടെ ദിവസമാണ് ഉഹദ്. കാരണം ഉഹദിലെ പ്രതിഫലങ്ങൾ കൊണ്ടുപോയി അബൂ ത്വൽഹയോട് പലപ്പോഴും മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അബൂ ത്വൽഹ, ഉഹദിലെ പ്രതിഫലം എനിക്ക് തന്നെങ്കിൽ, ഉഹദിലെ ദിവസത്തിലെ പ്രതിഫലം നീ എനിക്ക് നൽകിയെങ്കിൽ എൻ്റെ ആയുഷ്കാലത്ത് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്ന പ്രതിഫലം നിനക്ക് നൽകാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചില്ലറക്കാരനാണോ? അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ്, പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യവിശ്വാസികളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്നിൻ്റെ ജീവിത ചരിത്രങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സമയമോ കാലമോ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. എപ്പോഴും ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധമായിരിക്കുന്ന ദീൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആ വിഷയം ഉണർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ സ്വദേഹങ്ങളെക്കാൾ കൂടുതലായി, സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടണമെന്നാണ് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. സ്വന്തം ശരീരത്തേക്കാൾ കൂടുതലായി ഒരു മനുഷ്യൻ പ്രവാചകനുമായി കടമപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, സ്വന്തം ശരീരത്തിനേക്കാൾ നിങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെടണമെന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വന്തം കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റ് എന്തുള്ളൂ. സ്വന്തം ശരീരത്തിൻ്റെ സുഖങ്ങൾക്കും സ്വന്തം ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന മനുഷ്യനോട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ സ്വന്തത്തേക്കാൾ കൂടുതലായി പ്രവാചകനെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നാണ്. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിച്ചേക്കാം, അങ്ങനെ പ്രവാചകനെ സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയേക്കാം. പറ്റും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുൽ കിറാമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കത്താളുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന രണ്ട് യുദ്ധങ്ങളാണ് ബദറും ഉഹദും. ആ പരിശുദ്ധമായിരിക്കുന്ന ബദറിൽ ഇസ്ലാമിന് നേട്ടങ്ങളുണ്ടായി, പരിശുദ്ധമായിരിക്കുന്ന ഉഹദിൽ ഇസ്ലാമിന് നേരിയ കോട്ടമുണ്ടായി. ഈ ഉഹുദിൻ്റെ ദിവസം സഹാബത്തുൽ കിറാമെല്ലാം നാലുപാടും ചിന്നിച്ചിതറി മാറിപ്പോയൊരു സന്ദർഭമുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ നിന്നും വിട്ടുമാറിയില്ല. അവിടുന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, അന നബിയിൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ നബിയാണ്, ഞാൻ കള്ളം പറയുകയല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ ശത്രുക്കളുടെ മധ്യത്തിൽ പ്രവാചകൻ നിൽക്കുകയാണ്. അവിടുന്ന് കോവർ കഴുതയുടെ പുറത്ത് സഹാബാക്കളെല്ലാം നാല് ഭാഗവും ചിന്തിച്ചിതറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉറക്കെയുള്ള ശബ്ദം കേട്ടുകൊണ്ട് മഹാനായിരിക്കുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പം കാണാൻ കഴിയുന്നത് പ്രവാചകൻ ശത്രുക്കളാൽ വളഞ്ഞ് ഇരിക്കുന്ന സാഹചര്യമാണ്. ശത്രുക്കൾ പ്രവാചകനെ വളഞ്ഞിരിക്കുന്ന രംഗമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം പിന്നൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട്
പ്രവാചകൻ്റെ മുന്നിലായി നിലയുറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നഹിരി ദൂന നഹിരിക യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് പരിചയമാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലായിട്ട് അദ്ദേഹം നിലയുറപ്പിച്ചു. ചരിത്രം പറയുന്നത്, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുരക്ഷിതമായിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം മഹാനായിരിക്കുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന പടച്ചട്ടയിലേക്ക് സഹാബത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 70ഓളം വരുന്ന മുറിപ്പാടുകളുണ്ടായിരുന്നു. അമ്പിൻ്റെയും കുന്തത്തിൻ്റെയും അതുപോലെ തന്നെ വാൾത്തലക്കലിൻ്റെ എല്ലാം പാടുകൾ, ഇതിൻ്റെ എല്ലാം കുത്തുകൾ കൊണ്ടുള്ള പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എന്നാൽ പടച്ചട്ടയിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നോക്കിക്കേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബി, എന്നാൽ ജീവനേക്കാൾ കൂടുതൽ അവർ പ്രവാചകനെ ഇഷ്ടപ്പെട്ടു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവർ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്ന്. മഹാനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഉഹുദ് അബൂ ത്വൽഹയുടെ ദിവസമാണ്. ഉഹുദ് അബൂ ത്വൽഹയുടെ ദിവസമാണ് ഉഹുദ്. കാരണം ഉഹുദിലെ പ്രതിഫലങ്ങൾ കൊണ്ടുപോയി അബൂ ത്വൽഹ. അബൂ ത്വൽഹയോട് പലപ്പോഴും മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അബൂ ത്വൽഹ, ഉഹുദിലെ പ്രതിഫലം എനിക്ക് തന്നെങ്കിൽ, ഉഹുദിലെ ദിവസത്തിലെ പ്രതിഫലം നീ എനിക്ക് നൽകിയെങ്കിൽ എൻ്റെ ആയുഷ്കാലത്ത് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്ന പ്രതിഫലം നിനക്ക് നൽകാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചില്ലറക്കാരനാണോ? അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ചോദിക്കുമായിരുന്നു. മഹാനായിരിക്കും ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ചില്ലറക്കാരനല്ല. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റി ശത്രുക്കൾ ആ സഹാബിയെ കൊല ചെയ്യാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലും കഴുകുമരത്തിൽ കിടന്നുകൊണ്ട് ശരീരം ആടുകയാണ്. ആടുന്ന സന്ദർഭത്തിലും ആ സഹാബിയോട് ശത്രുക്കൾ ചോദിക്കും, നിനക്ക് മുഹമ്മദിനെ തള്ളിപ്പറയാൻ പറ്റുമെങ്കിൽ നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാം, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, നീ ഒന്നും പറയണ്ട, അധികമൊന്നും പറയണ്ട, ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്നൊന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു സ്ഥാനത്ത് കിടക്കുന്നതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവരങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചത്. നമ്മളോ? നമ്മൾ സ്വന്തം പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ നമുക്ക് നമ്മുടെ നഫ്സിനേക്കാൾ കൂടുതലായി പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ആ പ്രവാചകന്. അവിടെ നിൻ്റെ അനുയായികളെ അങ്ങേയറ്റം അവിടെ നിന്ന് സ്നേഹിക്കുമായിരുന്നു. അതുകൊണ്ട് അനുയായികൾ ആ പ്രവാചകനെ വളരെ കൂടുതൽ സ്നേഹിച്ചു. ഒരു നേതാവ് എങ്ങനെയാണ് തൻ്റെ അനുയായികളെ സ്നേഹിക്കേണ്ടതെന്ന് പ്രവാചകൻ കാണിച്ചു തന്നു. പരിശുദ്ധമായിരിക്കുന്ന ബദർ, ആ ബദറിൽ ശത്രുസംഘം അതിശക്തരാണ്. വളരെ ദുർബലരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഈ സമുദായം, സഹാബത്തിൽ കിറാം വളരെ തുച്ഛമായിരിക്കുന്ന ആൾക്കാർ, നിരായുധരെന്ന് വേണമെങ്കിൽ പറയാം. തുച്ഛമായിരിക്കുന്ന ആയുധങ്ങൾ മാത്രമാണല്ലോ അവരുടെ കൈവശമുള്ളത്. അങ്ങനെ മനുഷ്യസഹജമായിരിക്കുന്ന വീക്ഷണത്തിൽ പരാജയം മുസ്ലിങ്ങൾക്കാണ് എന്ന് ഉറപ്പിക്കാം. മറുഭാഗത്ത് ആയുധ സജ്ജരായി നിൽക്കുന്ന യോദ്ധാക്കൾ, യോദ്ധാവെന്ന് പറഞ്ഞാൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി നിൽക്കുന്ന യോദ്ധാക്കൾ. ആ അവസ്ഥ കണ്ടിട്ട് മഹാനായിരിക്കുന്ന പ്രവാചകൻ്റെ അരികിലേക്ക് മഹാനായിരിക്കുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു വരികയാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, സാഹചര്യം വളരെ മോശമാണ്, എന്തും സംഭവിക്കാൻ കഴിയും നബിയെ, അങ്ങയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നബി എന്ന് പറഞ്ഞിട്ട് മഹാനായിരിക്കുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ യുദ്ധത്തിലെങ്ങാനും മുസ്ലിങ്ങൾ പരാജയപ്പെടുന്നതായി അങ്ങക്ക് തോന്നിയാൽ അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം നബിയെ.
അതിനുവേണ്ടി അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളൊരു കൂടാരം നിർമ്മിച്ചു തരാം. ആ കൂടാരത്തിനുള്ളിൽ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളൊരു ഒട്ടകക്കട്ടിൽ ഞങ്ങൾ നിർമ്മിച്ചു തരാം. അങ്ങ് ആ കൂടാരത്തിനുള്ളിൽ ഇരിക്കുകയും യുദ്ധം വീക്ഷിക്കുകയും ചെയ്യണം. പരാജയം മുസ്ലിങ്ങൾക്കുണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് ആ ഒട്ടകക്കട്ടിലിൽ കയറി അങ്ങ് മദീനയിലേക്ക് പോകണം റസൂലേ. അങ്ങേ അവിടെ സ്വീകരിക്കാൻ ആളുകളുണ്ട്. അങ്ങേ അവരിഷ്ടപ്പെട്ടുകൊള്ളും, അങ്ങേ അവർ സ്നേഹിച്ചുകൊള്ളും നബിയെ. അങ്ങ് അങ്ങോട്ട് പോകണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായിരിക്കുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുക. മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അള്ളാഹിൻ്റെ റസൂല് പറയുകയാണ്, സഅദേ, എനിക്കങ്ങനെ പോകാൻ കഴിയുമോ? എനിക്കങ്ങനെ പോകാൻ കഴിയുമോ? നിങ്ങളെ ശത്രുവിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഈ മുഹമ്മദിന് ഇവിടുന്ന് വിട്ടുപോകാൻ വഴിയോ, ഇവിടം വിട്ടുപോകാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ സുജൂദ് വീഴുകയാണ്, പടച്ചതമ്പുരാനോട് കാരുണ്യത്തെ ചോദിച്ചുകൊണ്ട്. ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യങ്ങളായി പ്രവാചകൻ കേഴുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചതും അള്ളാഹുവിൻ്റെ റസൂൽ ഇവരെ സ്നേഹിച്ചതും നിഷ്കളങ്കമായിരിക്കുന്ന സ്നേഹമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ നിഷ്കളങ്കമായി സ്നേഹിക്കണമെങ്കിൽ മുഅ്മിനാകണം. മുഅ്മിനാകാതെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ കഴിയത്തില്ല. മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും, പറയാൻ ഞാൻ പ്രവാചക സ്നേഹിയാണ്, എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ നമുക്ക് കാട്ടിക്കൂട്ടാൻ പറ്റും. പക്ഷേ ഹൃദയംഗമായി പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ മുഅ്മിനാകണം. മുഅ്മിനീങ്ങളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് മുഴുവനും. അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. അത് നമുക്കൊരു മാതൃകയാകണം. ഈ പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം നമുക്കതിനൊരു മാതൃകയാക്കി, പ്രവാചകനെ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.